ഹായ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. 2025 എല്ലാവർക്കും അടിപൊളി വർഷം തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മക്കളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ്. സോ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ഡെയിലി മോർണിംഗിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒരു വ്ലോഗ് പോലെ ഇടാനാണ്. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ രണ്ടാളും എഴുന്നേറ്റിട്ടുണ്ട്. രണ്ട് ദിവസമായിട്ട് ജലദോഷക്കോളുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ ഇന്നലെ പോയി മരുന്നൊക്കെ വാങ്ങിയായിരുന്നു. അതിൻ്റേതായ അസ്വസ്ഥതയുണ്ട് രണ്ടുപേർക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം ഇതേപോലെ ഒരുമിച്ച് അവരെ കിടത്തും ഞങ്ങൾ. അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഇപ്പോൾ അറിയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുകയും ഒരാൾ എടുക്കുന്ന സാധനങ്ങൾ മറ്റേ വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മക്കളെ ഒരേ സമയം തന്നെ നമുക്ക് നോക്കുകയും ചെയ്യണം, വീഡിയോയും എടുക്കണം, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ കളിക്കുന്നതിൻ്റെ ടൈമിൽ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് കുറുക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് റാഗി മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചതാണ്. ഞാൻ മുളപ്പിച്ചപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കിപ്പോൾ കുറുക്ക് കുടിക്കാൻ നല്ല മടിയാണ്. സോ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിൽ 2 ടീസ്പൂൺ വീതം റാഗിപ്പൊടിയും ഏത്തയ്ക്കാപ്പൊടിയും നവരരിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്, പലതരം ഫുഡുകൾ. കാരണം മക്കൾ പെട്ടെന്ന് മടുക്കാൻ ചാൻസ് ഉണ്ട്. രാവിലെ ഏത്തപ്പഴം നല്ലൊരു ഓപ്ഷനാണ്. ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഞാൻ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഇടാറുണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ്, മുരിങ്ങയില ഇതൊക്കെ ഞാൻ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും കാണില്ല. കുറുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 2 തുള്ളി നെയ്യ് ഞാൻ അതിൽ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പിസ്ത, ബദാം, കാഷ്യൂ, ആൽമണ്ട്സ് ഇതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അതും ഇടുന്നുണ്ട്. സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ട് അതല്ലെങ്കിൽ കരിപ്പട്ടി യൂസ് ചെയ്യും. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കരിപ്പട്ടിയാണ്. സോ അത് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇടാറുള്ളൂ, ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടി മാത്രം. കരിപ്പെട്ടി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. എല്ലാവരും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ശർക്കര പോലെ ഇരിക്കും. അപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് അമ്മ, തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. സോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറിയിട്ട് മക്കൾക്ക് കൊടുക്കാം. കുറുക്ക് സെറ്റായിട്ടുണ്ട്. പായിൽ എത്ര സ്ഥലം ഉണ്ടല്ലോ ഇവളെപ്പോഴും വെളിയിലേ കിടക്കത്തുള്ളൂ. മോനാണ് ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മീൻവെയിൽ അമ്മ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മോക്കും കുറുക്ക് കൊടുത്തു. ഇത് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ അവൾ വാ തുറക്കില്ല, പൂട്ടിക്കളയും. പിന്നെ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാന്താരി മുളക് വെച്ചാൻ പോയതാണ് പറമ്പിൽ. ഇത് സാധാരണ ചട്നി തന്നെ, വറ്റൽ മുളകിന് പകരം കാന്താരി മുളക് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇഡ്ഡലിയും കാന്താരി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ചൂടാക്കി. അപ്പോൾ എല്ലാം കൂടെ ചൂടോടെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചുകൊണ്ട് വന്നു. കുളിച്ച് കഴിഞ്ഞാൽ തന്നെ രണ്ടാൾക്ക് നല്ല ഉറക്കം വരും.
അങ്ങനെ മോളെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരുക്കി നല്ല സുന്ദരി കുട്ടിയാക്കി ഇരുത്തി. ഇതൊരു സ്കേർട്ടും ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫോണിൽ കൂടെ എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഇവളുടെ ചേച്ചി സാൻവിയുടെയാണ്. ഈ ഡ്രസ്സ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു 7 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞുണ്ടായപ്പോൾ അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോളെ ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയറിന് തന്നെ അത് ഇടാമെന്ന്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവൾ കുഴഞ്ഞ് ഉറക്കമായി. അതുകൊണ്ട് തന്നെ മോനെ കുളിപ്പിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവനെ അമ്മ തന്നെ റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.